നമസ്കാരം. സർവീസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭക്തമാനസങ്ങളെ കോരിത്തെരിപ്പിച്ച ദ്വാദശ ജ്യോതിർലിംഗ ദർശനം പാലക്കാട് ജില്ലയിൽ 2 സ്ഥലങ്ങളിൽ നടന്നു. ശുഭചിന്തനത്തിന്റെ സംസ്കാരം വളർത്താൻ ബ്രഹ്മകുമാരീസിന്റെ 2010 സംരംഭം 100 കോടി ശുഭഭാവനയുടെ ബാങ്ക് പാലക്കാട്, മലപ്പുറം ജില്ലകളിലും തരംഗം സൃഷ്ടിച്ചു. ബ്രഹ്മകുമാരീസിന്റെ മീഡിയ സേവനങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഓം ശാന്തി ഭവനും ശിവജ്യോതി മീഡിയയും കഞ്ചിക്കോടിൽ പ്രവർത്തനം തുടങ്ങി. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയും ബ്രഹ്മകുമാരീസും ചേർന്ന് വാല്യൂ എഡ്യൂക്കേഷൻ സ്പിരിച്വാലിറ്റിയുടെ ഡിപ്ലോമ കോഴ്സ് പാലക്കാട് ശിവജ്യോതി ഭവനിൽ ആരംഭിച്ചു. ത്രിതല ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെയും നിലമ്പൂർ, കഞ്ചിക്കോട് എന്നീ പഞ്ചായത്തുകളിലെയും വാർഡ് മെമ്പർമാരെ അനുമോദിച്ചു. ശിവരാത്രിയുടെ സന്ദേശം പകരുവാൻ ശിവജ്യോതി ഭവനിൽ ശിവ അവതരണ മഹോത്സവം ആഘോഷിച്ചു. പരമാത്മാവുമായി മധുരമിലനം നടത്തുവാൻ 100 കണക്കിന് ബ്രഹ്മകുമാരി കുമാരന്മാർ രാജസ്ഥാനിലെ മൗണ്ട് ആബുവിലേക്ക് തീർത്ഥാടനം ചെയ്തു. യുവാക്കളെ ശ്രേഷ്ഠ ജീവിത മാർഗത്തിലേക്ക് വഴികാണിക്കുവാൻ നവോത്ഥാന ബൈക്ക് റാലി പാലക്കാട്ടിൽ നടന്നു. ആത്മജാഗരണത്തിന്റെ സന്ദേശം പകരുന്ന അവേക്കനിംഗ് വിത്ത് ബ്രഹ്മകുമാരീസ് ദൂരദർശനിൽ സംപ്രേഷണം തുടങ്ങി. വാർത്തകൾ വിശദമായി. ഭക്തമാനസങ്ങളെ കോരിത്തെരിപ്പിച്ച ദ്വാദശ ജ്യോതിർലിംഗ ദർശനം പാലക്കാട് ജില്ലയിൽ 2 സ്ഥലങ്ങളിൽ നടന്നു. 2010 ഒക്ടോബർ 23 മുതൽ 27 വരെ ഒറ്റപ്പാലം CSN ഓഡിറ്റോറിയത്തിലും ഡിസംബർ 31 മുതൽ 2011 ജനുവരി 4 വരെ പാലക്കാട് അശ്വതി മണ്ഡപത്തിലുമാണ് ഈ മഹാമേള അരങ്ങേറിയത്. പതിനായിരങ്ങളാണ് ഈ ദർശന പുണ്യം നേടാൻ ഒഴുകിയെത്തിയത്. വരുന്നവർക്ക് 12 ജ്യോതിർലിംഗങ്ങളുടെ ദർശന പുണ്യത്തിനൊപ്പം രാജയോഗ ചിത്ര പ്രദർശനവും മെഡിറ്റേഷനും വീഡിയോ ഷോയും ഒരുക്കിയിരുന്നു. വ്യത്യസ്തമായ ഈ ദർശനമേള ജില്ലയുടെ ആത്മീയ തേജസ്സിനെ മാറ്റുകൂട്ടുന്നതായി മാറി. വൈകുന്നേരങ്ങളിൽ കലാസന്ധ്യയും ബ്രഹ്മകുമാരി മീനാജിയുടെ പ്രഭാഷണ പരമ്പരയും നടന്നു. ശുഭചിന്തനത്തിന്റെ സംസ്കാരം വളർത്താൻ ബ്രഹ്മകുമാരീസിന്റെ 2010 സംരംഭം 100 കോടി ശുഭഭാവനയുടെ ബാങ്ക് പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ തരംഗം സൃഷ്ടിച്ചു. ശുഭഭാവനകളുടെ 100 കോടി മിനിറ്റുകൾ ശേഖരിക്കാൻ ബ്രഹ്മകുമാരീസിന്റെ 2010 മഹത് സംരംഭമായിരുന്നു ഇത്. ലോക ഐശ്വര്യത്തിനായും സ്വന്തം നന്മയ്ക്കു വേണ്ടിയും ശുഭഭാവനകൾ അർപ്പിച്ച് ആ സമയങ്ങൾ രേഖപ്പെടുത്തി ശേഖരണം നടത്തി. 100 കോടി മിനിറ്റുകൾ ശേഖരിക്കുവാനായി ഈ പദ്ധതിയുമായി ബ്രഹ്മകുമാരീസ് രംഗത്തിറങ്ങി. അനേക ജനങ്ങളിൽ നന്മയുടെ സ്വഭാവം വളർത്തുകയും നന്മ ചിന്തിക്കുവാൻ സമയമില്ലാത്തവർക്ക് പോലും ഒരു വഴിത്തിരിവാകുകയും ചെയ്തു. സ്കൂളുകളിലും വീടുകളിലും ക്ലബ്ബുകളിലും കമ്പനികളിലുമെല്ലാം ഈ പദ്ധതി നടപ്പിലാക്കി. നിരവധി പൊതുപരിപാടികളും സംഘടിപ്പിച്ചു. 5 രൂപ കൂടിയ ഫ്രിഡ്ജ് എനിക്ക് വാങ്ങണം. അസൂയയുടെ, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ ഈ തരത്തിലുള്ള വിചാരങ്ങൾ ഫീലിംഗാണ് നമ്മുടെ ഉള്ളിൽ കൂടുതൽ വരുന്നത്. അപ്പുറത്തെ വീട്ടിലെ നമ്മുടെ കുട്ടി പരീക്ഷയ്ക്ക് തോറ്റുപോയി, അടുത്ത വീട്ടിലെ കുട്ടി അവന് 50-ൽ 40 മാർക്കും കിട്ടിയെങ്കിലും അത് നമുക്ക് താങ്ങാൻ പറ്റില്ല. എന്റെ കുട്ടി തോറ്റതല്ല നമുക്ക് വിഷമം, പിന്നെയോ അടുത്ത വീട്ടിലെ കുട്ടിക്ക് 40 മാർക്ക് കിട്ടിയില്ലേ, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവേശം ഉണ്ടാക്കുന്നത്. ബ്രഹ്മകുമാരീസിന്റെ മീഡിയ സേവനങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഓം ശാന്തി ഭവനും ശിവജ്യോതി മീഡിയയും കഞ്ചിക്കോട്ടിൽ പ്രവർത്തനം തുടങ്ങി. പാലക്കാടിന്റെ വ്യവസായ കേന്ദ്രമായ കഞ്ചിക്കോടിലാണ് ശിവജ്യോതി മീഡിയ ആരംഭിച്ചത്. ആത്മീയ സംരംഭങ്ങൾക്കും കലാ സാംസ്കാരിക പരിപാടികൾക്കും വേണ്ടി സ്ഥാപിതമായ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും സമന്വയിപ്പിച്ച ഈ മീഡിയ സെന്ററിൽ പ്രധാനമായും ബ്രഹ്മകുമാരീസിന്റെ വിവിധതരം പരിപാടികൾ തയ്യാറാക്കി വരുന്നു. നിരവധി ചാനലുകൾക്ക് മൂല്യാധിഷ്ഠിതമായ പരിപാടികൾ നൽകുന്നതിനോടൊപ്പം ഡോക്യുമെന്ററികളും മെഡിറ്റേഷൻ പ്രോഗ്രാമുകളും പ്രഭാഷണ പരമ്പരകളും പുറത്തിറക്കുന്നു. 2010 മാർച്ച് 29-നാണ് ഈ മഹാസംരംഭം പ്രവർത്തനം തുടങ്ങിയത്. സന്തോഷം, സുഖം അത് നിലനിർത്താൻ സാധിക്കും. അപ്പോൾ ഈഗോനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു വന്നത്. അതായത് ഈഗോ എന്ന് പറയുമ്പോൾ ഞാൻ എന്നുള്ള അഹങ്കാരം, അതായത് അത് ശരിക്കും ഞാൻ എന്ന അഹങ്കാരമല്ല, ഞാൻ എന്തല്ലയോ അതാണെന്നുള്ള അഹങ്കാരം, തെറ്റിദ്ധാരണ. അതായത് ഞാൻ എന്തല്ലയോ അതാണെന്നുള്ള ബോധത്തിൽ നമ്മളിരിക്കുക. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയും ബ്രഹ്മകുമാരീസും ചേർന്ന് വാല്യൂ എഡ്യൂക്കേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയുടെ ഡിപ്ലോമ കോഴ്സ് പാലക്കാട് ശിവജ്യോതി ഭവനിൽ ആരംഭിച്ചു. PG ഡിപ്ലോമ ഇൻ വാല്യൂ എഡ്യൂക്കേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന മഹത്തരമായ ദൌത്യത്തിന് അവസാനം എല്ലാവരും സാക്ഷികളായി മാറി. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയും ബ്രഹ്മകുമാരീസിന്റെ എഡ്യൂക്കേഷൻ വിംഗും ചേർന്നാണ് ഈ സംരംഭം തുടങ്ങിയത്.
രാജയോഗ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷന്റെ ഒരു വലിയ നേട്ടമായി ഈ സംരംഭത്തെ കണക്കാക്കുന്നു. പാലക്കാട്ട് കൽപ്പാത്തിയിലുള്ള ശിവജ്യോതി ഭവനം ഈ കോഴ്സിന്റെ സ്റ്റഡി സെന്ററായി തെരഞ്ഞെടുത്തു. ഭാരതത്തിലെ 60 പാഠ്യകേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത്. നിരവധി വിദ്യാർത്ഥികൾ പ്രായപരിധികൾ പോലും കാര്യമാക്കാതെ ഈ പഠനത്തിൽ മുഴുകിയിരിക്കുകയാണിപ്പോൾ. ഈശ്വരന്റെ സാന്നിധ്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം. ത്രിതല ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെയും നിലമ്പൂർ, കഞ്ചിക്കോട് എന്നീ പഞ്ചായത്തുകളിലെയും വാർഡ് മെമ്പർമാരെ അനുമോദിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ച കൌൺസിലർമാരെ അനുമോദിക്കാൻ ബ്രഹ്മകുമാരീസ് അവസരമൊരുക്കി. പാലക്കാട് മുനിസിപ്പാലിറ്റിയും നിലമ്പൂർ, കഞ്ചിക്കോട് എന്നീ പഞ്ചായത്തുകളിലും ജയിച്ച ജനനായകന്മാരെ ആശംസിക്കുകയുണ്ടായി. ആദ്യമായാണ് രാഷ്ട്രീയ ഭേദം മറന്ന് ഒരു അനുമോദന ചടങ്ങ് നടക്കുന്നതെന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ തന്നെ അഭിപ്രായപ്പെട്ടു. വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഉപദേശവും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ തരണം. ഞാൻ വളരെ ഹാർദവുമായി സ്വാഗതം ആശംസിക്കുന്നു. ശിവരാത്രിയുടെ സന്ദേശം പകരുവാൻ ശിവജ്യോതി ഭവനിൽ ശിവ അവതരണ മഹോത്സവം ആഘോഷിച്ചു. ഓംകാരം 2010 ശിവരാത്രി മഹോത്സവം ശിവ അവതരണ മഹോത്സവമായി ആഘോഷിച്ചു. ഫെബ്രുവരി 27 മുതൽ മാർച്ച് 2 വരെ പാലക്കാട് ശിവജ്യോതി ഭവനത്തിൽ വിവിധ പരിപാടികൾ നടന്നു. പരിപാടിയുടെ ആദ്യ ദിനത്തിൽ ജില്ലാ കളക്ടർ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് സോമനാഥ ദർശനവും ശിവരാത്രി എക്സിബിഷനും പ്രൊജക്ടർ ഷോയും ഒരുക്കിയിരുന്നു. കൂടാതെ ശിവ അവതരണ സന്ദേശ രഥയാത്ര തുടർച്ചയായി 12 ദിവസം ഗ്രാമനഗരങ്ങളിൽ സഞ്ചരിച്ചു. ആലത്തൂർ, നെന്മാറ, ചിറ്റൂർ, പാലക്കാട്, കഞ്ചിക്കോട് എന്നിവിടങ്ങളിലും ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി, കടമ്പഴിപ്പുറം, പട്ടാമ്പി, എടപ്പാൾ എന്നീ മേഖലകളിലും രഥയാത്ര നടന്നു. മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ, മഞ്ചേരി, നിലമ്പൂർ എന്നീ സ്ഥലങ്ങളിൽ രഥം സഞ്ചരിച്ചു. 2 ജില്ലകളിലും ചേർന്ന് 3 രഥങ്ങളാണ് സഞ്ചരിക്കുവാനായി തയ്യാറാക്കിയത്. പരമാത്മാവുമായി മധുരമിലനം നടത്തുവാൻ 100 കണക്കിന് ബ്രഹ്മകുമാരി കുമാരന്മാർ രാജസ്ഥാനിലെ മൗണ്ട് ആബുവിലേക്ക് തീർത്ഥാടനം ചെയ്തു. വർഷത്തിൽ ഒരു തവണയെങ്കിലും എല്ലാ ബ്രഹ്മകുമാരി കുമാരന്മാരും രാജസ്ഥാനിൽ ആബു പർവ്വത സാനുക്കളിൽ എത്താറുണ്ട്. ഇവിടെയാണ് സർവാത്മാക്കളുടെയും പരമപിതാവുമായുള്ള കൂടിക്കാഴ്ച അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ച 100 കണക്കിന് രാജയോഗികൾ ചെന്നെത്തിയത്. 10,000 സംഗമിക്കുന്ന ഈ തീർത്ഥസ്ഥാനത്തിൽ 7 ദിവസത്തെ പഠന ശിബിരങ്ങളും സമൂഹ ധ്യാന സദസ്സുകളും ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരെയും ആത്മീയ അനുഭൂതിയിലേക്ക് പിടിച്ചുയർത്തി. യുവാക്കളെ ശ്രേഷ്ഠ ജീവിതമാർഗത്തിലേക്ക് വഴി കാണിക്കുവാൻ നവോത്ഥാന ബൈക്ക് റാലി പാലക്കാട്ടിൽ നടത്തി. മദ്യപാനത്തിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിന്റെയും പുകവലിയുടെയും മാരകമായ വശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനും
നന്മ നിറഞ്ഞ ജീവിതത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് നവോത്ഥാന ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. 2 ദിവസം തുടർച്ചയായി സഞ്ചരിച്ച് ഈ റാലി അവസാനിച്ചു. ഈ റാലിയിൽ പങ്കെടുത്ത യുവാക്കൾ സ്വയം രാജയോഗം പരിശീലിച്ച് സർവ്വദുശീലങ്ങളിൽ നിന്നും മാറി നിന്ന് ശ്രേഷ്ഠ ജീവിതം നയിക്കുന്ന മാതൃകകളാണ്. അതിനാലാണ് ഇവർ മറ്റു സഹോദരങ്ങൾക്കും വഴി കാണിക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത്. ആത്മജാഗരണത്തിന്റെ സന്ദേശം പകരുന്ന അവൈക്കനിംഗ് വിത്ത് ബ്രഹ്മകുമാരീസ് ദൂരദർശനിൽ സംപ്രേഷണം തുടങ്ങി. ആസ്ഥ ചാനലിൽ വർഷങ്ങളായി നടക്കുന്ന അവൈക്കനിംഗ് വിത്ത് ബ്രഹ്മകുമാരീസ് ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് മലയാളികൾക്കായി കാഴ്ചവെച്ചു. ദൂരദർശൻ ചാനലിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 സംപ്രേഷണം. ബ്രഹ്മകുമാരി സിസ്റ്റർ ശിവാനിയുടെ ഇന്റർവ്യൂ ആണ് ഈ പരിപാടിയുടെ വിശേഷത. സന്തുഷ്ടമായ ജീവിതം പഠിപ്പിക്കുന്ന ഈ പരിപാടി വളരെയധികം ജനപ്രിയകരമായി മാറിയിട്ടുണ്ട്. എന്നാൽ രാജയോഗ നമ്മളെ പഠിപ്പിക്കുന്നത് ദാറ്റ് യു ആർ നോട്ട് ഹ്യൂമൻ ഡൂയിങ്, യു ആർ എ ഹ്യൂമൻ ബീയിങ്. സോ ഫസ്റ്റ് ബി ഹാപ്പി, നോട്ട് ഡു എനിത്തിങ് സോ ദാറ്റ് യു ക്യാൻ ബി ഹാപ്പി, ബട്ട് ജസ്റ്റ് ദാറ്റ് ബീയിങ് ഹാസ് ടു ബി ഹാപ്പി. അങ്ങനെയാണെങ്കിൽ ആ ബീയിങ് പ്രസന്റിനെ ഓരോ മൊമെന്റിലും നമുക്ക് അതിനെ റിയലൈസ് ചെയ്യാൻ സാധിക്കും.